LP-UP പരീക്ഷ ഈ വരുന്ന മെയ് 18-ന്. പേടിച്ചുപോയോ? പേടിക്കണ്ട. ഞാൻ പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ LP-UP സൗജന്യ OMR പരീക്ഷയെ കുറിച്ചിട്ടാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും PSC മാതൃകയിൽ തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം. ഈ ഒരു ഓഫ്ലൈൻ സെഷന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം. അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം പഠനമൊക്കെ ഊർജ്ജസ്വലമായി നടത്തുന്ന സമയമാണിത്. അങ്ങനെ അല്ലാത്തവരൊക്കെ പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പം എന്തൊക്കെയാണ് അതിനകത്ത് കറണ്ട് അഫയേഴ്സിൽ നിന്നും വരിക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. കറണ്ട് അഫയേഴ്സിൽ നമുക്ക് സാധാരണ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസിനും അതിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോർഷൻസ് മനസ്സിലായി തുടങ്ങും എന്ത് പഠിക്കണം എന്ന്. നോക്കിക്കേ, സ്റ്റേറ്റ് ദാറ്റ് അപ്രൂവ്ഡ് ബിൽ ടു പ്രൊവൈഡ് 10% റിസർവേഷൻ ഫോർ മറാത്ത കമ്മ്യൂണിറ്റി ഇൻ ഗവൺമെന്റ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഇവിടെ എന്താണ്, മറാത്ത കമ്മ്യൂണിറ്റിക്ക് വേണ്ടി 10% റിസർവേഷൻ വന്ന ഒരു ഏത് കമ്മ്യൂണിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ആ കമ്മ്യൂണിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ റിസർവേഷനെ ബേസ് ചെയ്ത ചില വാർത്തകൾ ഉണ്ടാകും. മനസ്സിലായോ? ഒരു സംസ്ഥാനം ചില കാര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം സംസ്ഥാനം ഭഗവത്ഗീത പഠിക്കാനായിട്ട് ചിലപ്പം കൊടുക്കും, ചിലപ്പം ഭരണഘടന പഠിക്കാനായിട്ട് കൊടുക്കും, അല്ലെ, കുട്ടികൾക്ക് കൊടുക്കും, ചിലപ്പം വനിതകൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന സംസ്ഥാനമുണ്ട്. ചിലപ്പം വനിതകൾക്ക്, ഇപ്പോൾ തമിഴ്നാടൊക്കെ വനിതകൾക്ക് ഇത്ര പെർസെൻറ്റേജോളം സർക്കാർ ജോലി സംവരണം ചെയ്തു. അവർ ട്രാവൽ ചെയ്യുന്ന ബസ്സിൽ ഫീസില്ല. ഇനിയും ജാതി സെൻസസ് നടത്തുക, അത് ബീഹാറാണ്, ജാതി സെൻസസ് നടത്തുന്നു. ചിലപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതിനേക്കാളും കൂടുതൽ റിസർവേഷൻ ചിലവിടത്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും പർട്ടിക്കുലർ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് അതിലും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമല്ലോ, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ 10% റിസർവേഷൻ ഫോർ മറാത്ത കമ്മ്യൂണിറ്റി കൊടുത്തേക്കാം. അപ്പോൾ മറാത്ത കമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഗവൺമെന്റ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷനെ കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മിക്കതും നമുക്കൊന്ന് മനസ്സിലാകുന്നതായിരിക്കും ഇങ്ങനെയുള്ള വാർത്തകളെന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, സ്റ്റേറ്റുകളുമായും ബന്ധപ്പെട്ട ഇതേപോലുള്ള വാർത്തകൾ പത്രത്തിൽ വരുന്നത് ഒന്ന് ഓർത്തിരിക്കുക. ജാതി സെൻസസ് ഞാൻ പറഞ്ഞു, ബീഹാർ കൊണ്ടുവന്നു. ജാതി ബേസ്ഡ് സെൻസസ് നടത്തി, മനസ്സിലായോ? അത് ബീഹാർ കൊണ്ടുവന്നു. തമിഴ്നാട് സ്ത്രീകൾക്ക് ജോലിയിൽ കൂടുതൽ സംവരണം അനുവദിച്ചു. അതുപോലൊപ്പം തന്നെ എന്ത് കൊണ്ടുവന്നു? സ്ത്രീകൾക്ക് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനാണ്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് എസ് മണികുമാറാണ്. എന്തായാലും അതായത് നമ്മൾ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമ്മുടെ GKയുടെ അകത്തും വരുന്നതാണ്, അല്ലേ? ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാതര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അല്ലേ? അപ്പം ഇവിടെ അതിൻ്റെ മെമ്പേഴ്സിനെ പഠിക്കണം, മെമ്പേഴ്സിൻ്റെ കാലാവധികൾ പഠിക്കണം, എത്ര വയസ്സാണ് അല്ലെങ്കിൽ എത്ര നാളാണ് കാലയളവ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം, ആരൊക്കെയാണ് ഇപ്പോൾ പാനലിലുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കൃത്യമായി പഠിക്കുക. ഓക്കെ, അപ്പം ഇനി നോക്കിക്കോളൂ, ഇവിടെ സ്റ്റേറ്റ് പോലെ തന്നെ എന്തുകൊണ്ട് ഇന്ത്യനും ചോദിക്കാം. ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇത് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് വരുന്നതാണ്. GK പഠിക്കുമ്പം ആദ്യം ഇതിന് GK പഠിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ ഇതിനെ കറണ്ട് അഫയേഴ്സ് ക്ലബ് ചെയ്താൽ മതി. ഇപ്പം ആരൊക്കെയാണ് മെമ്പേഴ്സ്? ഇപ്പം ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് എസ് മണികുമാറാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കോളൂ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയയാണ് ഇന്നത്തെ വീഡിയോയിൽ തരുന്നത്. എന്തൊക്കെയാകണം പഠിക്കേണ്ടത്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പോർഷനുണ്ട്. അതിലെ പോസ്റ്റുകൾ കൃത്യമായി പഠിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്.
ദെൻ നോക്കിക്കേ, ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വിച്ച് ഹാസ് റെക്കമെൻഡഡ് holding a single election for the Lok Sabha and legislative assemblies in the country from 2029. നമ്മളെല്ലാവരും കേട്ട പത്രവാർത്തയാണിത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്, അല്ലേ? അപ്പം അതിൻ്റെ ചെയർമാൻ ആരാണ്? ചില കമ്മിറ്റികൾ പഠിക്കുക, പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഇന്ത്യയിലായാലും അത് കേരളത്തിലായാലും ചില കമ്മിറ്റികൾ നിലവിൽ വരും. ആ കമ്മിറ്റികൾ അതിൻ്റെ തലവന്മാർ പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണകളിലൊക്കെ ഇപ്പോൾ PSC എക്സാംസിലും ഈ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നേരത്തെ രാഷ്ട്രപതി ആണ് രാംനാഥ് കോവിന്ദാണ് ഇവിടെ വരുന്നത്. അപ്പം ഇത് ഒറ്റ പേരിൽ പഠിക്കുക എന്നുള്ളതല്ല, അവിടെ നടക്കുന്ന മാറ്റങ്ങൾ, അല്ലേ? എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്? ആർട്ടിക്കിൾസ് ടു ബി അമെൻഡഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ 83 ഉണ്ട്, ടൈം ഓഫ് ദ പാർലമെന്റ് 85, അസംബ്ലി ഓഫ് ദ പാർലമെന്റ്. അടുത്തത് 172, ടൈം ഓഫ് അസംബ്ലീസ് 174, ഡിസൊല്യൂഷൻ ഓഫ് അസംബ്ലീസ് 356, ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രസിഡൻസ് റൂള്. അപ്പം നോക്കിയോളൂ, ചിലപ്പം മേ ബി അവിടെ സ്റ്റേറ്റ്മെന്റ് വരുമ്പം നമ്മൾ ഈ പറയുന്ന ഏതൊക്കെ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചോദിക്കാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം ഒരു കമ്മിറ്റിയെ പറ്റി. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്, കമ്മിറ്റിയിൽ ആരൊക്കെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. ഇവിടെ 2029 ആണ് ഈ വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പം ഇതിനെ ബേസ് ചെയ്തതിൻ്റെ ആദ്യത്തെ യോഗമൊക്കെ കൂടിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പത്രവാർത്തകളിൽ വായിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ. ദെൻ അപ്പോൾ നമ്മൾ കമ്മിറ്റി പറഞ്ഞു, കമ്മിറ്റികൾ, പ്രധാനപ്പെട്ട കമ്മിറ്റികൾ നോക്കിയിട്ട് പോവുക. ഇനി നോക്കിക്കേ, അതുപോലെ തന്നെ ഒരു വാക്കായിരുന്നു, അമിക്കസ് ക്യൂറി ഫയൽഡ് എ റിപ്പോർട്ട് ഇൻ ദ ഹൈക്കോർട്ട് ടു പ്രിവെന്റ് റിവ്യൂ ബോംബിംഗ് ഇൻ ദ ഫസ്റ്റ് 48 hours ഓഫ് ദ ഫിലിംസ് റിലീസ്. നമ്മളെല്ലാവരും വായിച്ചതാണ്, റിവ്യൂ ബോംബിംഗ് എന്നുള്ളൊരു പദമൊക്കെ നമ്മൾ കേട്ടതാണ്. അവിടെ ചോദിച്ചിരിക്കുന്ന അമിക്കസ് ക്യൂറി ഫയൽഡ് റിപ്പോർട്ട് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ആരാണ്? ശ്യാം പത്മൻ, അല്ലേ? ശ്യാം പത്മനാണ്. റിവ്യൂ ബോംബിങ് 48 മണിക്കൂർ ഫിലിമിന്റെ റിലീസിനെ ബേസ് ചെയ്തിട്ടുള്ള വാർത്ത, പത്രവാർത്തകൾ നിറഞ്ഞ ഒരു വാർത്തയാണ്. അവിടുത്തെ അമിക്കസ് ക്യൂറിയാണ് പറയുന്നത്. ആരാണ്? ശ്യാം പത്മൻ. ഇനി നോക്കിക്കേ, ഞാൻ പറഞ്ഞു മലയാളികൾ പ്രധാനപ്പെട്ട സെൻട്രൽ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകം നോക്ക് ചെയ്യുക. ഇന്ത്യക്ക് പുറത്തുള്ള പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് എത്തുവാണെങ്കിലും അതും നോക്കി വെക്കുക. ഓക്കെ, നോക്കിക്കോളൂ, ഇവിടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ് പറഞ്ഞേക്കുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, മലയാളി അപ്പോയിന്റഡ് ആ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. ആരാണ് ആ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ? AS രാജീവ് ആണ്. അപ്പം സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആവുന്ന മലയാളി, അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മുടെ PT ഉഷ ഈ അടുത്തിടെ വാർത്തകളിൽ ഒരുപാട് വന്ന ആളാണ്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് MP പോസ്റ്റിലേക്ക് എത്തി? അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് വരുന്നത്. അപ്പം അതേ തരത്തിലുള്ള പ്രത്യേകതകളുള്ള ആൾക്കാരെ മലയാളികളെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. വ്യക്തികളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പേപ്പറിൽ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ദെൻ ഇൻ March 2024 the government Kerala declared wildlife attack as a state special disaster. ദുരന്ത നിവാരണ കമ്മിറ്റികൾ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓരോ ദുരന്തവും ഉണ്ടാകുമ്പം നമുക്കറിയാം സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണത്തിൽ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളാണ് നമ്മുടെ ഭൂമിയുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടത്, വെള്ളവുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ പുതിയൊരു പദവും കൂടെ വന്നു, മനുഷ്യ മൃഗ സംഘർഷം എന്ന് പറയുന്നത്. വൈൽഡ് ലൈഫ് അറ്റാക്ക് ആസ് എ സ്റ്റേറ്റ് സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയിട്ട് ഏത് സംസ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്? March 2024 കേരള ഗവൺമെന്റ് ആണ് നമ്മുടെ വയനാടൊക്കെ ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് എന്താണ് ഒരു സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിച്ച പുതിയ വിഷയം വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ്, ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ലീഗലൈസ് സെയിം സെക്സ് മാരേജ്. നോക്കൂ, അപ്പം ഇന്ത്യയും കേരളവും മാത്രമല്ല നമുക്ക് വാർത്തകളിൽ വരുന്നത്. ഇന്ത്യയും കേരളവും മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് എന്ന് പറയുന്ന കാര്യം കൂടെ വരും. അപ്പോൾ വേൾഡിൽ എന്തൊക്കെ പഠിക്കണം, എല്ലാം ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയിൽ തായ്ലൻഡിലാണ് സെയിം
സെക്സ് ലീഗലൈസ് ചെയ്യുന്നത്. അപ്പം അതും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന, ഇപ്പോൾ തായ്ലൻഡിലെ വാർത്ത, തായ്ലൻഡിലൊക്കെ എല്ലാവരും പോകുന്നതാണ്, അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാർത്തകളാണ്. അങ്ങനെയൊക്കെ ഉള്ളത് സാധാരണ ക്വസ്റ്റ്യൻസിൽ കടന്നു വരാറുള്ള ഒരു പാറ്റേൺ ആണ്. ഓക്കെ, ഇനി ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ബ്യൂറോസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ന്യൂ ഡയറക്ടർ ജനറലാണ്. ആരാണ്? സദാനന്ദ് വസന്ത് ദത്താണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആരായിട്ട് വരുന്നത്? ന്യൂ ഡയറക്ടർ ജനറൽ. ഇത് ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതിനേക്കാളുപരി ആദ്യം കുറച്ച് കിട്ടുന്ന ബുക്കുകളിലൊക്കെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് ഉണ്ട്. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ ഉണ്ട്. റീസെൻറ്റ് കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മാഗസിൻ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്താൽ മതി, ഞങ്ങളുടെ ബുക്ക് കിട്ടുന്നതാണ്. അപ്പം അതിലൊക്കെ ഈ കറണ്ട് അഫയേഴ്സിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തികളെ പഠിക്കും. അത് നിങ്ങൾ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അവിടെ മാറ്റമുണ്ട്, പഴയ കറണ്ട് അഫയേഴ്സ് വായിച്ചു നോക്കരുത്, മാറ്റമുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആയിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് റീസെൻറ്റ് മാഗസിൻ അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് launched to apply for citizenship for non-Muslim immigrants under CAA Act. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനപ്പെട്ട നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇതൊരു ഹൈക്കോടതി നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പം നിയമങ്ങളെപ്പറ്റി ഒരു പ്രധാനപ്പെട്ട 2023, 22, 21 നിലവിൽ വന്ന പ്രധാനപ്പെട്ട നിയമങ്ങളെപ്പറ്റി പഠിക്കണം. ഇവിടെ CAA ആക്ടിനെ പറ്റി നിയമങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടെങ്കിൽ അത് നോക്കണം, വെബ്സൈറ്റുകളുണ്ടെങ്കിൽ വെബ്സൈറ്റുകൾ നോക്കണം. അങ്ങനെയുള്ള വാർത്തകളൊക്കെ IT-യുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഇവിടെ ഞാൻ ഇന്ന് കൊടുത്തിരിക്കുന്നത് സിറ്റിസൺഷിപ്പിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ടു അപ്ലൈ ഫോർ സിറ്റിസൺഷിപ്പ് ഫോർ നോൺ മുസ്ലിം ഇമിഗ്രൻസ് അണ്ടർ CAA ആക്ട്. എന്താണ് അതിൻ്റെ പോർട്ടലിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്നുള്ളതാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് APCR. In January 2024, according to the estimate released by APCR means Association for Protection of Civil Rights, 95.5% of the hate crime victims in India are. ഒരു റിപ്പോർട്ടാണ് പറയുന്നത്. ഈ റിപ്പോർട്ട്സുകൾ പഠിക്കുന്നത് ഈ പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകും. റിപ്പോർട്ട്സ് മീൻസ് ഇന്ത്യയിലുള്ള റിപ്പോർട്ട്സുകൾ പഠിക്കണം, ഇന്ത്യ പ്ലേസ് ചെയ്യപ്പെടുന്ന റിപ്പോർട്ട്സുകൾ പഠിക്കണം. ഇപ്പം ഇന്ത്യയിലുള്ള റിപ്പോർട്ട്സ് എന്ന് പറയുമ്പം ഇതേപോലെ ക്രൈം റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിപ്പോർട്ട്സുകളുണ്ട്. പിന്നെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വൃത്തിയുള്ളത് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ളത്, നദി ഏത്, സിറ്റി ഏത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ വേൾഡിലാണെങ്കിലും ഹാപ്പിനെസ് ഇൻഡെക്സ്, ഓക്കെ, പ്രസ് മായിട്ട് ബന്ധപ്പെട്ട ഇൻഡെക്സുകൾ, അങ്ങനെ വേൾഡിൽ നമ്മൾ പ്ലേസ് ചെയ്യപ്പെടുന്നതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ റിപ്പോർട്ട്സ് നോക്കുക, പലവിധ ഏജൻസികൾ എടുക്കുന്ന മെയിൻ റിപ്പോർട്ടുകൾ ഒന്ന് നോക്കി വെക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് APCR മീൻസ് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ഇത് വിക്ടിംസ് ഇൻ ഇന്ത്യ ആർ എന്താണ്? മുസ്ലിംസ് ആണ്. ഓക്കെ, അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മുസ്ലിംസ് ആണ്. ഇനിയും ഉത്തരാഖണ്ഡ്സ് ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് വാർത്തയിൽ വന്നതുകൊണ്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് ഹൃദു ബാഹരി. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്? ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി കേരളം മാത്രമല്ല പഠിക്കേണ്ടത്, എല്ലാ ഹൈക്കോടതികളും പല കാര്യങ്ങളിലും പ്രത്യേകം പുതിയ കാര്യങ്ങൾ തീരുമാനമാക്കുന്നത് ഹൈക്കോടതികളുടെ നയങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകുക. അവിടെ നിന്നൊരു മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇപ്പം കേരള സംസ്ഥാനമാണ് ആദ്യമായിട്ട് ഭാഷ മലയാളം പഠിച്ചവർക്ക് മാത്രമാണ്, അതല്ലത് മാതൃഭാഷ പഠിച്ചവർക്ക് മാത്രമേ സർക്കാർ ജോലി കിട്ടുള്ളൂ എന്ന് നിലവിൽ വന്ന ആ ഉത്തരവ് നിലവിൽ വന്നത് കേരള സംസ്ഥാനത്താണ്. ഇങ്ങനെ ഹൈക്കോടതികൾ പല കാര്യങ്ങളും പറയാറുണ്ട്. അതെല്ലാം നിങ്ങൾ ഓരോ ഹൈക്കോടതിയുടെയും കിട്ടുന്ന ഡേറ്റ ഒരുമിച്ച് വയ്ക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പുതിയ ഹൈക്കോടതിയിലെ പുതുതായിട്ട് ആൾക്കാർ വരുന്നുണ്ട്, ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നുണ്ട്, ആ വാർത്തകളൊക്കെ മറന്നു പോകാതെ എഴുതി വയ്ക്കുക. ദെൻ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ് ബഡ്ജറ്റ് ഫോർ ദ ഇയർ 2024-25. ഓക്കെ, അതായത് സ്റ്റേറ്റ് ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വെറും ഒരു വാക്കിൽ മാത്രമല്ല. ഇപ്പോൾ ഇവിടെ 5 ഫെബ്രുവരി 2024 ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് മാത്രമല്ല, ബഡ്ജറ്റിൽ ചിലപ്പം പല പദങ്ങളും പറയും. ഇപ്പം സൺറൈസ് എക്കണോമി, സൂര്യോദയ എന്ന് പറയുന്ന ഒരു ടേം ഒക്കെ ഇപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ എന്നുള്ള പല പദങ്ങളും പറയുന്ന ആ ടേംസ് പോലും നിങ്ങൾ എന്തിൽ നോക്കണം? ഈ പറയുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പറയണം. ബഡ്ജറ്റിൽ ചിലപ്പോൾ കേരള ബഡ്ജറ്റിൽ ഈ പ്രാവശ്യം കുറേയിടത്ത് മ്യൂസിയങ്ങൾ, അതോടൊപ്പം പാർക്കുകൾ, ചില പ്രോജക്ട്സിന് പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി കുറേ പദ്ധതികൾ പറയും. അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ഈ ബഡ്ജറ്റ് പഠിക്കാനായിട്ട്. വെറുതെ വായിച്ചു വിടല്ല. കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന പോയിന്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് ഞാൻ ആദ്യം ഒരു ഐഡിയ ആണ് തന്നത്. ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽഡ് പോർഷൻ ഓരോന്നിനെയും ബേസ് ചെയ്ത് ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുന്ന കുറേ അധികം പോർഷൻസുകളുണ്ട്. പദ്ധതികൾ വരും, ബുക്ക് ആൻഡ് ഓതേഴ്സ് വരും, ഈയിടെ റിലീസ് ചെയ്ത ബുക്ക് ആൻഡ് ഓതേഴ്സ് വരും, ക്യാപിറ്റൽ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പുതിയ മുഖ്യമന്ത്രിമാർ തുടങ്ങിയ സ്റ്റാറ്റിക് ആയിട്ട് ചോദിക്കുന്നതും കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പോർഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അപ്പോൾ അത് പാറ്റേൺ മനസ്സിലാക്കി ഓരോ എക്സാമിൻ്റെയും പഠിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഒരു PSC നിന്ന് ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. പോസ്കോ ഇതുണ്ട്. സ്റ്റുഡൻസ് ഇൻ വിച്ച് സ്റ്റേറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പോസ്കോ ടെക്സ്റ്റ് ബുക്ക് ഫ്രം ദ ന്യൂ അക്കാഡമിക് ഇയർ. മനസ്സിലായോ? വാർത്തകൾ എടുക്കേണ്ടത് കുറേയധികം ലോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് കാര്യമാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപകാരമാകും. കേരളയാണ്. എ റീപ്ലേസ്മെന്റ് ഫോർ ദ സ്റ്റാമ്പ് ആക്ട് ഓഫ് 1899, ഇത് ഇന്ത്യൻ സ്റ്റാമ്പ് ബിൽ 2023. മനസ്സിലായി? ഇന്ത്യൻ സ്റ്റാമ്പ് ബിൽ. ദ ഗവർണർ ഹൂ മേഡ് ദ ഷോർട്ടസ്റ്റ് പോളിസി സ്പീച്ച് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ആരാണ്? കേരള ഗവർണറാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. നിങ്ങൾക്ക് ഏരിയാസ് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഏരിയാസ് മനസ്സിലായി, എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനിയും നമ്മൾ പഠിക്കാനായിട്ട് റെഡിയാകുകയാണ് വേണ്ടത്. പഠിക്കാനായിട്ട് റെഡിയാകാനായിട്ട് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഞങ്ങൾ സെറ്റാണ്. നിങ്ങൾക്കും പഠിക്കാം. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ക്ലാസ്സുകൾ നൽകുന്നത് ഓൺലൈൻ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെ, അതായത് ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് തുടങ്ങിയ കാര്യങ്ങളാണ് എല്ലാവർക്കും ഒരു കൺസേൺ ഒക്കെ ഉള്ളത്. എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് എഴുതുക? അതിനൊക്കെ നിങ്ങൾ പോന്നോളൂ. നമ്മുടെ ശ്രീകലാ മിസ് ഇവിടെ റെഡിയാണ്. ശ്രീകലാ മിസ് നിങ്ങളെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരും. കഴിഞ്ഞ 15 അതിലധികം വർഷത്തിലായിട്ട് കോമ്പറ്റിറ്റീവ് എക്സാം മേഖലയിൽ നിലനിൽക്കുന്ന ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ് ശ്രീകലാ മിസ്. മിസ്സിൻ്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും ഒരു പ്രശ്നമേ ആകില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്റ്റീവോ ഗ്രാമറോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ചാടി അപ്പുറത്ത് കിടന്ന് കോൺഫിഡൻസോടുകൂടി കഴിഞ്ഞ തവണ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്ന് സർവീസിലിരിക്കുന്ന കേരള ഹൈക്കോടതിയിൽ ഞങ്ങളുടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പ്രാവശ്യവും ഒരുപാട് കുട്ടികളെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ശ്രീകലാ മിസിന്റെ നേതൃത്വത്തിലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ഞാനും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടീം ഫുള്ളായിട്ട് നിങ്ങളെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് സജ്ജരാക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസൊക്കെ ഉള്ളൂ. അപ്പോൾ വേഗം ജോയിൻ ചെയ്തു. വീഡിയോയിൽ ഞാൻ നമ്പരൊക്കെ കൊടുത്തിരിക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. പുതിയ വീഡിയോസുമായിട്ട് കാണാം. പിന്നെ ഇതേപോലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വരിക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.